എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനഘയും കുഞ്ഞിനെയും കൊണ്ട് ആദർശം നയനയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. കൂടെ ആ ചേച്ചിയും കൂട്ടുന്നുണ്ട്. ചേച്ചിയോട് പറയുന്നുണ്ട് കുറച്ച് ദിവസം അനഘ വീട്ടിൽ നിൽക്കട്ടെ, അതിനുശേഷം ചേച്ചിയെ ഞങ്ങൾ വിളിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അതിഥി ആ വീട്ടിലോട്ട് ചെല്ലുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരാൾ വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ശരിക്കും അബിക്ക് ഒരു അടിയായിരിക്കും, അവൻ ഇനിയാണ് ശ്വാസം മുട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു, ചേച്ചി അവനെ വെറുതെ വിടിയല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവർ വണ്ടി കയറി ഇങ്ങോട്ട് പോരുന്നു. ഈ സമയം അനന്തപുരിയിൽ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക, ആരാ പോലും വരുന്നത് എന്നോർത്ത്. അപ്പോൾ ജാനകി ഇങ്ങനെ ആകെ ടെൻഷനോടെ പറയുക, ആരാ വന്നേന്ന് അറിയത്തില്ലല്ലോ, ഇനി അവളെങ്ങാനും ആണോ ആ നന്ദുവെങ്ങാനും ആണോ ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ ചോദിക്കും, നന്ദു വന്നാൽ എന്താ കുഴപ്പം, അവളുടെ 2 ചേച്ചിമാർ ഈ വീട്ടിലുണ്ട്, നിന്നെയൊക്കെ പേടിച്ച ആ കുട്ടി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കരുതി വരുന്നതിനെ എതിർക്കാനൊന്നും ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നു. അന്നേരം ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ജാനകി പറയുമ്പം, അത് നീയല്ല തീരുമാനിക്കുന്നത്, ഈ വീട് എൻ്റെയാണ്, ഈ വീട്ടിൽ ആരൊക്കെ വന്നും പോകണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം അവിടെ ഇരുന്ന് ജലജ പറയുക, അനിയയുടെ വിവാഹമോചനം നടന്ന സ്ഥിതിക്ക് അവന് വേറെ എത്രയോ വീടുകളിൽ നിന്ന് നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും, എന്തിനാ ഈ നന്ദുവിൻ്റെ പുറകെ അവൻ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട്, നടപ്പ് മാത്രമേ നടക്കുകയുള്ളൂ, അവൻ്റെ വിവാഹം ഏതായാലും അവളുമായിട്ട് നടക്കാൻ പോകുന്നില്ല, അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദു ഈ വീട്ടിലോട്ട് വന്നു എന്ന് കരുതി ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട്, ഞങ്ങൾക്കതിൽ താല്പര്യവും ഉണ്ടായിരുന്നു, പക്ഷേ കനകയും ഗോവിന്ദനും സമ്മതിച്ചില്ല, ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹത്തിനൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ പോയതെന്ന് പറയുമ്പം ആകെ വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട് ജാനകിക്ക്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാറ് വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് അനഘയും കുഞ്ഞും ഇറങ്ങുന്നു. അവർ കാണുമ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് നമ്മുടെ ജലജ. എല്ലാവർക്കും ഷോക്കായി. ഏതായാലും അവരകത്തേക്ക് കയറി വരുമ്പോഴേക്കും ചന്തുമോൾ ഓടി വന്ന് ദേവയാനിയുടെ തോളത്ത് കയറും. അന്നേരം അയ്യോ നിങ്ങളായിരുന്നോ വരാൻ പോകുന്നത്, അറിഞ്ഞില്ല കേട്ടോ, ഏതായാലും മോൾ ഇങ്ങോട്ട് വന്ന് നന്നായി എന്ന് ദേവയാനി പറയുന്നുണ്ട്. അതുപോലെ മുത്തശ്ശനും പറയുന്നുണ്ട്, നന്നായി മോളെ ഇങ്ങോട്ട് വന്നത്, ഏതായാലും മോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക, അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നത്. അതങ്ങ് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജലജ ചോദിക്കുന്നുണ്ട് ഇവളെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട കാര്യമല്ല, നീയല്ല ഇതൊന്നും തീരുമാനിക്കുന്നത് എന്ന്. ഈ സംഭവം എല്ലാം മുകളിലത്തെ നിലയിൽ നിന്ന് നവ്യ കാണുന്നുണ്ടായിരുന്നു, അവർ കയറി വന്നതൊക്കെ. അതുകൊണ്ട് നവ്യ ഇറങ്ങി വരും. എന്നിട്ട് നവ്യ നല്ല മാസ്സായിട്ട് പ്രകടനം നടത്തുവാണ്, ഇവളെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ആദർശേട്ടൻ്റെ വിഴുപ്പ് ഇപ്പം എല്ലാവരും കൂടി എൻ്റെ അഭിയയുടെ തലയിലിടാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അത് സത്യമാണ് എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം, നിന്നോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതല്ലായിരുന്നു നിൻ്റെ അമ്മ, നീ അത് വിശ്വസിക്കാതിരുന്നത് ആരുടെ കുഴപ്പമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അന്തേക്കും ജലജ, ഇത് കാണേണ്ട ഒരുത്തം മുകളിലിരിപ്പുണ്ട്, ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകും. അവിടെ ചെന്ന് അബിയോട് പറയും, എടാ നേരത്തെ ഇങ്ങോട്ട് ഒരു അതിഥി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ ആൾ വന്നിട്ടുണ്ട്, നീ ഏതായാലും താഴേക്ക് വാ എന്ന്. അന്നേരം അബി ചോദിക്കും, ആരമ്മ താഴെ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞാൻ പറയല, നീ വന്നങ്ങ് കണ്ടാൽ മതി എന്ന് പറയുമ്പം അമ്മയും സസ്പെൻസ് ഇടാൻ തുടങ്ങിയോ, ആരാഴ്ച പറ, എനിക്ക് പാരയാകുന്ന ആരെങ്കിലും ആണോ വന്നത് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അതെ നീ അവിടെ വന്നങ്ങ് കണ്ടാൽ മതി, അമ്മമാരെ വിഷമിപ്പിക്കുമ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നീ ഓർത്താൽ നല്ലതാണ്, അതുകൊണ്ട് താഴെ വന്ന് കാണാം എന്ന് പറയുന്നു. അങ്ങനെ അഭിയും ജലജയും കൂടെ താഴോട്ട് വരുന്നു. താഴെ വന്ന് അനഘയെ കണ്ടു കഴിയുമ്പോഴേക്കും അഭി കണ്ണും മേടിച്ചിരിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, കണ്ടോ ആദർശേട്ടനും നയനയും കൂടി ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയാണ്, ആദർശേട്ടൻ്റെ വീഴ്പ്പ് ഇപ്പം എല്ലാവരും കൂടി നിൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നോക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, സത്യം എന്താണ് എന്ന് അവന് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവൻ മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അനഘേനെ കൊല്ലാനൊക്കെ പലരും നോക്കുന്നുണ്ട്, അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇതിൻ്റെ അകത്തേക്ക് ഏത് കൊലയാളിയാണ് വരുന്നത് എന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഈ വീടിനകത്തും കൊലയാളികളുണ്ട് എന്ന്. അന്നേരം ആദർശ് പറയും, അങ്ങനെയുള്ള കൊലയാളികളെ തടയാൻ എനിക്കറിയാമെന്ന്. ആകെ വിഷമിച്ച് നിൽക്കുവാണ് അഭി, ഒന്നും മിണ്ടുന്നില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യവും എനിക്കും അഭിക്കുമില്ല, ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്
എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പുറത്തേക്ക് പോകാം, അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു സങ്കടവും ഇല്ല എന്ന്. അന്നേരം ജലജ പറയുവാണ്, എൻ്റെ മോനെ പുറത്തേക്ക് വിടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകില്ല എന്ന്. അന്നേരം നവ്യ ചോദിക്കും, എന്താ പുറത്ത് പോയാലും സുഖമായിട്ട് ജീവിക്കാനുള്ള സ്ഥിതി ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്, പിന്നെ എന്തിനാണ് ഞങ്ങൾ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും, പിന്നെ അവൻ്റെ അച്ഛനെ പോയി കാണുകയും അയാളുടെ കൂടെ കൂടുകയും ചെയ്യും, അത് ഞാൻ അനുവദിക്കത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നവ്യ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് കൊഴുപ്പിക്കണമല്ലോ എന്നോർത്ത് അനഘയോട് തന്നെ ചെന്ന് ചോദിക്കുവാണ്, നീ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി കൂടണം എന്ന ആഗ്രഹമായിട്ട് നടന്നവളല്ലേ, അതുകൊണ്ടല്ലേ നീ ആദർശേട്ടൻ്റെ തലയിൽ തൂങ്ങിയത്, എന്നിട്ട് ആ കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പം നീ അഭിയുടെ തലയിൽ തൂങ്ങാൻ വേണ്ടി, അഭിയെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുവാണോ, അതിനു വേണ്ടിയാണോ ഇയാളുടെ കൂടെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുപോലുള്ള വില കുറഞ്ഞ സംസാരമൊന്നും കേൾക്കേണ്ട കാര്യം ആ കൊച്ചിനില്ല, അതുകൊണ്ട് അതിനെ റൂമിലേക്ക് കൊണ്ടുപോക്കോ എന്ന് നയനയോട് പറയുക. അന്നേരം നയന പയ്യെ പിടിച്ചെഴുന്നേപ്പിച്ച് അനഘയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം നവ്യ അഭിയോട് പറയുന്നുണ്ട്, ഇതെല്ലാം സഹിച്ച് നാണം കെട്ടി ഇവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നീ തീരുമാനിക്കുക, നിൻ്റെ തീരുമാനങ്ങളാണ് ഇനി അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് നവ്യം പോവും. പിന്നെയും മുത്തശ്ശൻ അഭിയോട് പറയുന്നുണ്ട്, നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ആ കുഞ്ഞ് അനുഭവിക്കുന്നത്, ഏതായാലും അവളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, നിൻ്റെ ജീവിതം എന്താണ് എങ്ങനെയാണ് എന്ന് നീ തീരുമാനിച്ചോളാനൊക്കെ മുത്തശ്ശനും പറയുന്നു. പിന്നെ അനഘേനെ റൂമിൽ കൊണ്ട് കിടത്തുവാണ് നയനയും ദേവേനയും കൂടി. അന്നേരം നയന പറയുന്നുണ്ട്, കുറച്ച് ദിവസം അനഘ ഇവിടെ നിൽക്കട്ടെ, ഭയങ്കര മടിയായിരുന്നു അനഘയ്ക്ക് ഇങ്ങോട്ട് വരാൻ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്, ഇനി തിരിച്ചു ചെല്ലുമ്പം അനഘയെ നോക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയെ കൂടാതെ ദാമുവേട്ടനെയും എലിസബത്ത് ചേച്ചീനെയും ഒക്കെ നിർത്തണം, എങ്കിലേ അനഘയ്ക്ക് മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷം കിട്ടുള്ളൂ, അങ്ങനെ കുറച്ച് നല്ല ആൾക്കാരെ അനഘയുടെ ചുറ്റും കാണണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട്, അഭി ശരിക്കും പേടിച്ചിട്ടുണ്ട്, അവൻ അറിയുന്നില്ലല്ലോ അവൻ്റെ ശത്രു അവൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്, ഇനി അവൻ്റെ അധപ്പതനമായിരിക്കും എന്നൊക്കെ നയന പറയുവാണ്. ഈ സമയം നയനയും അഭിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഈ ചെയ്യുന്നത് മൊത്തം എന്നെ തകർക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഞാനത് അനുവദിച്ചു കൊടുക്കുകയില്ല, നീ നോക്കിക്കോ, അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അതിനുള്ളതൊക്കെ നീ ചെയ്യണം എന്ന് പറയുമ്പം നവ്യ ചോദിക്കും, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, രണ്ടുപേരും പുറത്താക്കണം എന്നില്ല, ആ അനഘ അവളെ ഒന്ന് പുറത്താക്കിയാൽ മതി, അതിന് വേണ്ടത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, പിന്നെ എൻ്റെ അച്ഛനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് സാധിച്ചു തരും, അച്ഛൻ ബുദ്ധി രാക്ഷസനാണ്, അതുകൊണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിന്നോട് പറയാം, നീ അതങ്ങ് നടപ്പിലാക്കിയാൽ മതി, അവളെ ഈ വീട്ടിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, നിന്നെപ്പോലെ ഒരു ദുഷ്ടന് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ, നീ പോയി ഐഡിയ കൊണ്ട് ഇങ്ങ് വാ, വരുമ്പോഴേ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ ഞാൻ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. അതിലേക്ക് ജലജയം വന്ന അഭിയനെ ചീത്ത പറയുന്നുണ്ട്, എടാ നീ നിൻ്റെ അമ്മയെ വേദനിപ്പിച്ച് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അവൻ്റെ കൂടെ പോകാനും അവനോട് സഹകരിക്കാനും ശ്രമിച്ചില്ല, അതിൻ്റെ നീ അനുഭവിക്കുന്നത്, ഇനിയും നിനക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ്. അന്നേരം നവ്യ ചോദിക്കും, അവനെന്താ പ്രശ്നം, അവൻ്റെ അല്ലല്ലോ ചന്തുമോള്, ആദർശേട്ടൻ്റെ അല്ലേ, അവരെല്ലാവരും കൂടി ആ ഒരു പാവം അഭിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതല്ലേ, അതുകൊണ്ട് അവനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ഡയലോഗ് കൂടെ പറഞ്ഞിട്ടാണ് ജലജ അങ്ങോട്ട് പോകുന്നത്. ജലജ പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഇതിനപ്പുറം നിനക്ക് സംഭവിക്കുമെന്ന്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എല്ലാം അറിയാവുന്ന ആണല്ലോ നവ്യ, അതുകൊണ്ട് തന്നെ അഭിയുടെ മനസ്സിലെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ ഇനി അനഘയെ കൊല്ലാൻ എന്തെങ്കിലും മാർഗം അവൻ പറയുവാണെങ്കിൽ അതും ശരിയാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.